ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് ഹമാസ് ഭീകരർ സ്ഥാപിച്ച റോക്കറ്റ് ലോഞ്ചറുകൾ തകർത്തെറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ സേന. മധ്യ ഗസയിൽ സ്ഥാപിച്ച റോക്കറ്റ് ലോഞ്ചറുകളാണ് ഇതുപോലെ തകർത്തെറിഞ്ഞത്. സാധാരണക്കാരോട് ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ടതിന് ശേഷമായിരുന്നു ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ആക്രമണം. മധ്യ ഗസയിൽ ശക്തമായ ഒരു ഡ്രോൺ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. ഇസ്രായേലിനെതിരെ ആക്രമണം ലക്ഷ്യമിട്ട് സ്ഥാപിച്ച റോക്കറ്റ് ലോഞ്ചറുകൾ ഇതോടെ തകർന്നടിയുകയായിരുന്നു. ഡെയർ അൽ ബലയിൽ സ്ഥാപിച്ച റോക്കറ്റുകൾ പൂർണ്ണമായും തന്നെ തകർന്നടിഞ്ഞു. അതേസമയം ആക്രമണത്തിന് മുന്നോടിയായി ഇവിടെ നിന്ന് സാധാരണക്കാരായ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ നിർദ്ദേശം നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ അവിടെ വലിയൊരു രീതിയിൽ ആക്രമണമുണ്ടായത്. അതേസമയം അനധികൃത മാർഗത്തിലൂടെ ഹിസ്ബുള്ള നൽകിയ റോക്കറ്റ് ലോഞ്ചറുകളാണ് തകർക്കപ്പെട്ടതെന്നാണ് സൂചന. എന്തായാലും ഇക്കാര്യത്തിൽ ഇതുവരെ ഇസ്രായേലോ ഹമാസോ ഒന്നും തന്നെ വ്യക്തത വരുത്തിയിട്ടില്ല. എന്തായാലും പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ടെൽ അവീവിലെ ഇസ്രായേൽ സൈനിക കേന്ദ്രം ലക്ഷ്യമാക്കി ഡ്രോൺ ആക്രമണം രൂക്ഷമായിരിക്കുന്നു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം യമനിലെ ഹൂത്തി വിമതർ ഏറ്റെടുത്തിട്ടുണ്ട്. അമേരിക്കയുടെ ആളില്ലാ ചാരവിമാനം തകർത്തതായും കപ്പൽപ്പടയെ ആക്രമിച്ചതായും ഹൂതി മാധ്യമ വിഭാഗം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. അമേരിക്കയുടെ ജയന്റ് ഷാർക്ക് F-360 എന്ന രഹസ്യാന്വേഷണ ഡ്രോൺ ശനിയാഴ്ചയായിരുന്നു ഹൂതികൾ വീഴ്ത്തിയത്. ഒരാഴ്ചക്കിടെ ഹൂതികൾ തകർക്കുന്ന മൂന്നാമത്തെ അമേരിക്കൻ ഡ്രോണാണിത്. ഗസയിലെ ഭീകരരുടെ ശക്തി കേന്ദ്രങ്ങളും പശ്ചാത്തല സൗകര്യങ്ങളും നശിപ്പിക്കുന്നതിനും അവിടം ശുചീകരിക്കുന്നതിനുമാണ് വലിയൊരു പ്രദേശം ഇസ്രായേൽ പിടിച്ചെടുക്കുന്നതെന്ന് കാറ്റ്സ് പറഞ്ഞു.